ചെറുപ്പത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഓർമ്മ വരുമ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് പടം തന്നെ 20-ാം നൂറ്റാണ്ട് ലാൽ സാറിൻ്റെ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും ഒരു ഫൈറ്റർ ജെറ്റ് ആവണം, പൈലറ്റൊക്കെ ആവണം എന്നൊക്കെ ആയിരുന്നു. സിനിമയിൽ കൂടെ കണ്ട് പിന്നെയാണ് മനസ്സിലായത് എൻ്റെ കരിയർ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണെന്ന്. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാം ഒരു ആർട്ടിസ്റ്റിക് ഫാമിലിയാണ്. അപ്പം സിനിമയിലോട്ട് വന്നത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും, പക്ഷേ ഇത്രയും പെട്ടെന്ന് വരുന്ന വിചാരിച്ചിരുന്നില്ല. അതും നായകനായിട്ട്. ദേവാനുഗ്രഹം നല്ലൊരു പ്രൊഡക്ഷനാണ്, രാജ് സക്രിയയുടെ പ്രൊഡക്ഷനാണ്, റെഡ് കാർപ്പറ്റ് ഫിലിംസ്. പുതിയൊരു ഡയറക്ടറാണ് സുരേഷ് ഗോവിൻ ചേട്ടൻ. പിന്നെ നായിക നിക്കി ഗൽറാണി, ലക്കി ഗൽറാണി എന്നാണ് എല്ലാവരും പറയുന്നത് തന്നെ. അപ്പം ഞാൻ അധികം ഇങ്ങനെ എപ്പോഴും ലക്കി എന്ന് പറയുന്നില്ല, കാരണം അവർ പറയുന്നത് എപ്പോഴും ലക്കി പറയുന്നതല്ല പണലക്കി ആയാലോ. അതുകൊണ്ട് പിന്നെ പേർലി മാനി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ രാജീവ് രംഗൻ ചേട്ടൻ കുറേ നാൾക്ക് ശേഷം ഒരു സിനിമയിലാണ്. ആ ചേട്ടൻ്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് വാസ് ബ്രില്യൻറ്റ്. പിന്നെ അമ്മയായിട്ട് അഭിനയിച്ച ചേച്ചി സൂപ്പർബായിരുന്നു. അപ്പം എന്തായാലും കുറേ കോമഡി എല്ലാം ഉണ്ട്. അപ്പം വെരി ഗുഡ് എക്സ്പീരിയൻസ്. മെയിനായിട്ട് ഒരു യങ്സ്റ്റർ മൂവി, ഒരു കോളേജ് ലൈഫിൻ്റെ മൂവിയാണ്. ഒരു 23-24 ഇയർ ഓൾഡ് അഖിൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് അച്ഛനില്ല. അമ്മ ലോൺ എടുത്ത് തന്നൊരു ബൈക്കിൽ നമ്മൾ സാധാരണ ചില പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ അമ്മമാരോടും അച്ഛന്മാരോടൊന്നും പറയാണ്ട് ചെയ്യുന്ന കുറേ സാഹസികതകളാണ് സിനിമ. പിന്നെ അത് പിടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വിഷമങ്ങൾ, പിന്നെ അലസത, മീൻസ് ക്യാരക്ടറിൽ ഭയങ്കര ലേസിയാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉള്ള പോലെ നമ്മൾക്ക് ക്രിക്കറ്റ് അല്ലാണ്ട് വേറെ ഒന്നും ഇഷ്ടമല്ല. അതുപോലെ ബൈക്ക് സ്റ്റണ്ടും ബൈക്ക് റേസും അല്ലാതെ ഒന്നും ഇഷ്ടമല്ല, പ്രേമിക്കാൻ പോലും ഇഷ്ടമല്ലാത്തൊരു വ്യക്തി. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ മനസ്സ് മാറുന്നതും വീട്ടിലെ ചില പ്രശ്നങ്ങൾ, ബൈക്ക് സ്റ്റണ്ടും ബൈക്ക് റേസും മാത്രമല്ല മൂവി. ഞാൻ ആദ്യം വിചാരിച്ചത് ഇറ്റ്സ് എ സ്പോർട്ട് എന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, ഫുൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അതൊരു അമ്മയും മകനും തമ്മിലുള്ളൊരു റിലേഷൻ, അനുജത്തിയും ചേട്ടൻ തമ്മിലുള്ള റിലേഷൻ, കാമുകിൻ്റെ റിലേഷൻ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ 5 ഫ്രണ്ട്സിൻ്റെ ഒരു ബോണ്ട്, ഇപ്പോഴത്തെ എസ്പെഷ്യലി ജനറേഷൻ്റെ ഒരു, അത് ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ കണക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ ലൈഫിലും എൻ്റെ കുറേ കൂട്ടുകാരുടെ ലൈഫും വെച്ച് നോക്കുമ്പോൾ കുറേ സാമ്യമുണ്ട് അതിന്. അപ്പം അതെന്തായാലും വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. നല്ല മ്യൂസിക് ഉണ്ട് ഗോപി സുന്ദർ ചേട്ടൻ്റെ. പിന്നെ എൻ്റെ അളിയൻ പാടിയിട്ടുണ്ട് നല്ലൊരു പാട്ട്, ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു അവാർഡിൻ്റെ ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കണം ആ പാട്ടിന്. അത്രയും നന്നായിട്ട് ഹരിനാരായണൻ ചേട്ടനാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ എസ് പറഞ്ഞത്. ഇല്ല, ഞാൻ ഇന്ത്യക്ക് കളിച്ചത് ആദ്യമായി കേരളത്തിൽ കളിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ തുടക്കം കുറിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം പക്ഷേ എൻ്റെ സിനിമ ഷൂട്ട് കഴിഞ്ഞത് ക്യാമറയാണ്. പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നു ദേവാനുഗ്രഹം ഇറങ്ങുന്ന പടം ഇതായിരിക്കും ആദ്യം. കാരണം ക്യാബറ ഫെബ്രുവരിയിലാണ് റിലീസ്. അത് ബോളിവുഡാണ്, റിച്ച ചഡയുടെ കൂടെ മഹേഷ് ഭട്ട് സാറും പൂജ ഭട്ട് മാമിൻ്റെയും ഒരു പടമാണ്. അത് കഴിഞ്ഞു, അതിൽ വില്ലനായിട്ടാണ്. പിന്നെ അതിൻ്റെ അടുത്ത പടം ഇപ്പോൾ സരീൻ ഖാൻ്റെ ഒപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതും ഫെബ്രുവരി മാർച്ച് റിലീസാണ്. അപ്പം തെലുഗു തമിഴ് വർക്ക് നടക്കുന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും. അപ്പം എന്തായാലും ആദ്യം ഇറങ്ങുന്ന പടം എല്ലാം കൂടെ നിമിത്തമായിരിക്കാം എനിക്ക് തോന്നുന്നു മലയാളം തന്നെയായിരിക്കും. അത് വളരെ സന്തോഷമുണ്ട്. 5 കൂട്ടുകാരുടെ ഒരു കഥയാണ്. പക്ഷേ ഈ 5 കൂട്ടുകാരുടെ ലൈഫിലുണ്ടാകുന്ന പല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന അഖില, ഞാൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ ഫാമിലിയിലാണ്. നമ്മുടെ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾ, അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള വഴക്ക്, അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള സ്നേഹം, വാത്സല്യ പിണക്കം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നിക്കിയുടെ ക്യാരക്ടർ ഐറിൻ, ഒരു കാമുകി വരുമ്പോൾ ഫ്രണ്ട്സിന് ഉണ്ടാകുന്ന ഡിഫറൻസസ്. നമ്മൾ സാധാരണ നല്ലൊരു 5 കൂട്ടുകാരായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു നായക വരുന്നു, ഒരു കാമുകി വരുമ്പോൾ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ എന്തെങ്കിലും ഒരു പിരിമുറുക്കം ഉണ്ടാകുന്നു, അങ്ങനത്തെ കുറേ. പിന്നെ അനീതി പേളി, പിന്നെ 5 ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു അനീതി ഉള്ളപ്പോൾ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ എൻ്റെ അനിയത്തിയോട് പ്രേമമുണ്ടോ എന്നൊരു അങ്ങനത്തെ കുറേ നല്ല നല്ല റിയലിസ്റ്റിക് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അതാണ് ടീം 5. പിന്നെ കുറേ സ്റ്റൺസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫുൾ കേരളയിൽ, ലിറ്ററലി സൗത്ത് ഇന്ത്യയിൽ മൊത്തമുള്ള കുറേ ബൈക്കേഴ്സ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഒക്കെ ഫുൾ സപ്പോർട്ട്, ഇപ്പോൾ KTM ആണെങ്കിലും പൾസർ ആണെങ്കിലും എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ ഫുൾ എൻഫീൽഡ് ക്ലബ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അവർ മൊത്തം അവരുടെ ചിലവിലാണ് അവർ വന്നത്. എനിക്ക് തോന്നുന്നു അവർ കുറേ ബൈക്കേഴ്സിൻ്റെ നല്ലോണം നമ്മുടെ വാഗമണിലൊക്കെ ആയിരുന്നു ഷൂട്ട്. അവർ തന്നെ അങ്ങോട്ട് എല്ലാവരും വന്ന് എത്രയോ ബൈക്കുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഒരു ബൈക്ക് സ്റ്റണ്ട്, ബൈക്ക് റേസിനെ കുറിച്ചുള്ളൊരു മൂവിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഒരു മോട്ടിവേഷണൽ മൂവി തന്നെയാണ്. എങ്ങനെയും ലൈഫ് ചേഞ്ച് ചെയ്താലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ്. ചെറുപ്പത്തിലെ ഒരു ലേസിനെസ് എന്ന് പറയാൻ, എനിക്ക് ക്രിക്കറ്റ് അല്ലാണ്ട് വേറെ ഒന്നും ഇഷ്ടമായിരുന്നില്ല. എനിക്കിപ്പോൾ സിനിമ കാണാനോ, ഞാൻ
കല്യാണങ്ങൾക്കോ ഫംഗ്ഷൻസിനൊന്നും പോകണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇന്ത്യ കളിക്കണം വേറെ ഒന്നുമില്ല. ഇപ്പം എല്ലാവരും ചോദിക്കും പ്രണയമില്ലായിരുന്നു. സ്കൂളിൽ പ്രണയിച്ചതിന് ശേഷം പിന്നെ പ്രണയിച്ചിട്ടില്ല. പ്രണയിച്ചത് പിന്നെ ഇന്ത്യ കളിച്ചപ്പോഴാണ്. എൻ്റെ വൈഫ് ഇപ്പോൾ കല്യാണം കഴിച്ചു. അപ്പം അതുവരെ ഒരു ഫോക്കസ്ഡ് ആയിരുന്നു. മീൻസ് എനിക്ക് വേറൊന്നും വേണ്ട. ചിലവർ അതിന് ഫോക്കസ് എന്ന് പറയും, പക്ഷെ ചിലവർ പറയാതെ ലേസിയാണ്, വേറൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു ക്യാരക്ടറായിട്ട് ബന്ധമുണ്ട്. കാരണം റൈസും സ്റ്റണ്ടും അല്ലാണ്ട് വേറെ ഒന്നും ഇഷ്ടമല്ല. ബാക്കിയെല്ലാം പല്ല് തേക്കണ തൊട്ട് കുളിക്കണ തൊട്ട് എല്ലാം ഒരു ലേസിനെസ്. അതാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ സാമ്യം എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പത്തിലൊരു സാമ്യമുണ്ട്, ഒരു മടിയുടെ ഒരു സാമ്യം. അല്ലാതെ വേറെ ക്യാരക്ടറായിട്ട് സിറ്റുവേഷൻ, എൻ്റെ അമ്മാവൻ്റെ ക്യാരക്ടർ, രാജീവ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറായിട്ട് എൻ്റെ അമ്മാവൻ ഇങ്ങനെ ഇടയ്ക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചൂടാണത്. ഞാൻ എൻ്റെ ഫസ്റ്റ് സീനിൽ തന്നെ ചിരിക്കുമായിരുന്നു. കാരണം അത്ര നന്നായിട്ടാണ് രാജീവ് ചേട്ടൻ ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സൂപ്പർബായിട്ടുണ്ട്. അപ്പം വെരി എക്സൈറ്റഡ്. ഇല്ല, എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, മഹേഷ് ഭട്ട് സാറിൻ്റെ ക്യാബറ ചെയ്തു. പക്ഷേ ഈ റോളേ ആയിരുന്നില്ല, ഈ ക്യാരക്ടർ ആയിരുന്നില്ല. എൻ്റെ കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ്. ഞാൻ ക്യാബറയിൽ പ്ലേ ചെയ്യുന്നതും ചേട്ട, ഒരു മലയാളി ക്യാരക്ടറാണ്. അപ്പം ഒരു വില്ലനിഷ് ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്, ഒരു എൽഡർ ബ്രദർ ബട്ട് ഒരു വില്ലൻ പോലെ. ആ സിനിമയും ഈ സിനിമയിലോട്ട് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം എക്സ്പീരിയൻസ് ഒന്നുമില്ല, കുറേ ലൈഫിലെ കുറേ എക്സ്പീരിയൻസ്. പിന്നെ റൊമാൻസ് ആണെങ്കിൽ ഇനി എൻ്റെ വൈഫിൻ്റെ അടുത്ത് പ്രേമിച്ചതൊക്കെ ആയിരിക്കും, അതെന്നെ ഇങ്ങനെ കോപ്പി അടിച്ചതായിരിക്കും ഞാൻ. ശരിക്കും സജിത് ഭായ് ഒക്കെ എനിക്ക് തോന്നുന്നു ചില ഫ്രെയിംസ് കാണുമ്പോൾ അറിയാം, ഒരു ലിറ്ററലി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് സജിത് ഭായ് ചെയ്തിരിക്കുന്നത് തന്നെ. കാരണം ഇപ്പോൾ ഫോർട്ട് കൊച്ചി ഏറ്റവും നന്നായിട്ട് കാണിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു ബിഗ് ബിയിലാണ്. അപ്പം എൻ്റെ വീടും ബിഗ് ബിയുടെ വീട്ടിലാണ് തുടങ്ങി മമ്മൂട്ടി സാറിൻ്റെ ആ സെയിം വീടിൻ്റെ അവിടെ നിന്നാണ് ഷൂട്ടൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പ്ലസ് ഓരോരോ ഫ്രെയിംസ് ഫോർട്ട് കൊച്ചി ഇത്രയും കേരളം അല്ലെങ്കിൽ കൊച്ചി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ടെന്നല്ല, ബ്യൂട്ടിഫുൾ ആണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ബട്ട് ആ സജിത് ഭായിയുടെ ഓരോരോ ഫ്രെയിംസ് ഇറ്റ്സ് അൺബിലീവബിൾ. ഞാൻ സത്യം പറയാം, ഒരു പെയിൻറ്റിങ് പോലെ നല്ല 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 ഫ്രെയിംസ്. എനിക്കൊന്ന് വളരെ അധികം മുന്നോട്ട് സജിത് ഭായ് പോകുന്നു വിചാരിക്കുന്നു. അതാണ് ഈ പടം. എന്നെക്കാളും ഉപരി ഇതിൽ വർക്ക് ചെയ്യുന്ന കുറേ യങ്സ്റ്റേഴ്സ്, എൻ്റെ തന്നെ ഫ്രണ്ട്സ്, 5 ഫ്രണ്ട്സ് ആണെങ്കിലും, അസ്കർ എന്ന് പറയുന്ന പയ്യൻ എൻ്റെ കൂടെ വിദ്യാരാജയിൽ പണ്ട് പഠിച്ചതാണ്. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് സിനിമയിൽ. പിന്നെ ആനന്ദ്. അപ്പോൾ ഇവരെല്ലാവരും, ദേവാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടെയാണ്. അപ്പോൾ ഇവരെല്ലാവരും, പിന്നെ ക്രിസ്, മെയിൻ ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്ന ക്രിസ് ആണ്. അദ്ദേഹം ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് സ്റ്റണ്ടേഴ്സിൻ്റെ ലീഡറാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും എവിടെ നോക്കിയാലും അറിയാം, ക്രിസ് ഒരു ഭയങ്കര ഫേമസ് പേഴ്സണാലിറ്റിയാണ് ബൈക്ക് സ്റ്റണ്ടിൽ. അപ്പം ഇവരുടെ എല്ലാവർക്കും വേണ്ടി ഒരു ബൈക്ക് സ്റ്റണ്ടിനേക്കാളും കൂടി നല്ലൊരു ആക്ടറാണ്. നല്ല കോമഡി ടൈമിങ്ങും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്സ് ആണ്. എന്ത് പ്രൊഫഷണൽ ആണെങ്കിലും ഒരു മലയാളി എന്നുള്ള രീതിയിലല്ല, എനിക്ക് തോന്നുന്നു വളരെ വ്യക്തിപരമായി അവരുടെ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പം അത് വളരെ സക്സസ്ഫുൾ ആവും. അതുകൊണ്ട് ഈ സിനിമ വിജയിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.